ഈ ചിത്രമാണ് ഒരു മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ലോകത്തിൽ ആദ്യമായി പകർത്തപ്പെട്ട ചിത്രം. തൊട്ടിലിൽ മയങ്ങുന്ന ഈ പെൺകുഞ്ഞിന്റെ പിതാവ് ഫിലിപ്പ് കാൻ ആണ് 1997 ജൂൺ 11 ഈ ചിത്രം തന്റെ മൊബൈൽ ഫോണിൽ എടുത്തത്. ആശ്ചര്യകരമായ കാര്യം, അതുവരെ ക്യാമറ ഫോൺ കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. തന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന കട്ടിലിന് സമീപം ഇരുന്ന് സ്വന്തമായ ഒരു മൊബൈൽ ഫോൺ ക്യാമറയുണ്ടാക്കി ഫിലിപ്പ് കാൻ എടുത്ത ഫോട്ടോയാണിത്. അവിശ്വസനീയമെന്ന് തോന്നുന്ന ഒരു കണ്ടുപിടുത്തം. ഫിലിപ്പ് കാൻ ഒരു ഫ്രഞ്ച് എഞ്ചിനീയറാണ്. ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന് അതിജീവിച്ച ജൂത യുവതി ക്ലെയർ മോനിസിന്റെ മകൻ. കടുത്ത ദാരിദ്ര്യത്തിനിടയിലും സ്വിസ് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നൈസ് യൂണിവേഴ്സിറ്റിയിലും പഠനം പൂർത്തിയാക്കിയ ഫിലിപ്പ് സ്പെഷ്യലൈസ് ചെയ്തത് കമ്പ്യൂട്ടർ കോഡിംഗിലാണ്. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ബേസ്ഡ് പേഴ്സണൽ കമ്പ്യൂട്ടറായ മൈക്രാലിന് വേണ്ടി പഠിക്കുന്ന കാലം മുതൽ ഫിലിപ്പ് കാൻ പ്രോഗ്രാമിംഗ് കോഡുകൾ എഴുതിയിരുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രോഗ്രാമിംഗ് ടൂളുകൾ വികസിപ്പിക്കുന്നതിനായി ബോർലാൻഡ്, സ്റ്റാർഫിഷ് സോഫ്റ്റ്വെയർ തുടങ്ങിയ കമ്പനികൾ അദ്ദേഹം സ്ഥാപിച്ചതാണ്. നമ്മുടെ കഥ നടക്കുന്ന കാലത്ത് ഫിലിപ്പ് കാൻ തന്റെ ആദ്യ സംരംഭമായ ബോർലാൻഡിൽ നിന്നും സ്വയം പുറത്തു വന്ന് സ്റ്റാർഫിഷ് സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടപ്പെട്ട് ഞെങ്ങിഞ്ഞെരിങ്ങി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 1997 ഭാര്യ സോണിയ ഗർഭിണിയാവുന്നത്. കാലിഫോർണിയയിൽ സാന്റാക്രൂസിലുള്ള സട്ടർ മെറ്റേണിറ്റി സെന്ററിലെ പ്രസവ വാർഡിന് പുറത്ത് 1997 ജൂൺ 9 ക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്ന ഫിലിപ്പിനോട് പെൺകുഞ്ഞാണെന്ന് നഴ്സ് അറിയിച്ചു. ഭാര്യ സോണിയ സുഖമായിരിക്കുന്നുവെന്നും. സന്തോഷമടക്കാനാകാതെ അദ്ദേഹം പാരീസിലെ തന്റെ മാതാവിനെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു. എല്ലാവരും ആഗ്രഹം പറഞ്ഞത് ഫിലിപ്പിന്റെ മകളെ ഞങ്ങൾക്ക് എന്നാണെന്ന് കാണാനാവുക എന്നതാണ്. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫിലിപ്പ് കാൻ നെറ്റൽ ICUവിലേക്ക് കയറി മകളെയും ഭാര്യയെയും കണ്ടു. മകളുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന ആവശ്യത്തോട് നഴ്സിംഗ് സൂപ്രണ്ട് അനുഭാവപൂർണ്ണമായാണ് പ്രതികരിച്ചത്. ഫിലിപ്പ് തന്റെ കാറിലേക്ക് ഓടി. കാറിൽ അദ്ദേഹത്തിന് കാസിയോ QV10 ക്യാമറയുണ്ടായിരുന്നു. 230x320 പിക്സൽ ഇമേജുകൾ പകർത്താവുന്ന ഒരു ചെറിയ ക്യാമറ. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ കൂടിയായിരുന്നു അത്. അദ്ദേഹം ക്യാമറയും തന്റെ തോഷിബ 430 CDT ലാപ്ടോപ്പും കയ്യിലെടുത്തു. മെറ്റേണിറ്റി വാർഡിലേക്ക് ഓടി. ഫിലിപ്പ് കാൻ അന്ന് ഉപയോഗിക്കുന്നത് മോട്ടറോളയുടെ സ്റ്റാർടാക് ഫ്ലിപ്പ് ഫോണാണ്. മൊബൈൽ ഫോണിൽ ക്യാമറ എന്നതൊക്കെ അന്നാരും ചിന്തിക്കുക കൂടി ചെയ്യാത്ത കാലമാണ്. ഫോട്ടോ എടുക്കുന്ന സമയം തന്നെ തന്റെ മൊബൈൽ ഫോണിലെ ഡയലപ്പ് കണക്ഷൻ ഉപയോഗിച്ച് ബന്ധുക്കളായ 100ഓളം പേരുടെ ഇമെയിലിലേക്ക് ആ ഫോട്ടോ പോകണം. അതിന് തന്റെ മോട്ടറോള മൊബൈൽ ഫോൺ കാസിയോ ക്യാമറയുമായി ഇന്റഗ്രേറ്റ് ചെയ്യണം. അതോടെ തന്റെ മൊബൈൽ ഫോൺ ഒരു ക്യാമറ ഫോൺ ആകും. ഇന്റഗ്രേഷന് വേണ്ട ഹബ്ബായി തന്റെ ലാപ്ടോപ്പിലെ പ്രോഗ്രാമിംഗ് സ്റ്റേഷൻ ഉപയോഗിക്കണം. ഇതായിരുന്നു ഫിലിപ്പിന്റെ ബേസിക് പ്ലാൻ. പ്ലാനിംഗ് കഴിഞ്ഞതോടെ വെല്ലുവിളികൾ തലപൊക്കി. ആദ്യമായി തന്റെ ഫോണിന്റെ കാർ കിറ്റിലുള്ള മുഴുവൻ ആക്സസറികളും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു, പ്രത്യേകിച്ച് അതിന്റെ ഓഡിയോ ജാക്ക് കേബിൾ. തന്റെ ഡ്രൈവറെ ഒരു റേഡിയോ ഷാക്ക് ഷോപ്പിലേക്ക് വിട്ട് അത് വാങ്ങിപ്പിച്ചു. അടുത്തതായി വേണ്ടിയിരുന്നത് ലാപ്ടോപ്പിൽ ഇന്റഗ്രേഷന് വേണ്ടുന്ന ഒരു പ്രോഗ്രാമിംഗ് കോഡ്. കഴിഞ്ഞ ഒരു വർഷമായി തന്റെ സ്റ്റാർഫിഷ് സോഫ്റ്റ്വെയർ കമ്പനിക്ക് വേണ്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ വയർലെസ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമുള്ള ഒരു കോഡിംഗ് നടത്തി വരികയായിരുന്നു ഫിലിപ്പ്. പിക്ചർ മെയിൽ എന്ന് അദ്ദേഹം പേരിട്ട് വിളിച്ച ആ പ്രോഗ്രാം കോഡ് പരീക്ഷിക്കാനുള്ള സമയം കൂടിയായിരുന്നു അത്. അണുബാധ ഒഴിവാക്കാനായി 18 മണിക്കൂർ കഴിഞ്ഞ് ഭാര്യയെയും കുഞ്ഞിനെയും മറ്റേണിറ്റി വാർഡിൽ എത്തിക്കൂ എന്ന് നഴ്സ് വന്നറിയിച്ചു. അത് ഫിലിപ്പിന് സൗകര്യമായി. ആശുപത്രി വരാന്തയിലെ ബെഞ്ചിൽ കുത്തിയിരുന്ന് തന്റെ പ്രോഗ്രാമിംഗ് കോഡിലെ ബഗുകൾ മാറ്റി അദ്ദേഹം അതിന്റെ പ്രവർത്തനം സജ്ജമാക്കി. കാസിയോ QV10 ഡിജിറ്റൽ ക്യാമറ ജാക്ക് കേബിൾ വഴി മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചു. അദ്ദേഹം ഫോട്ടോ ഒന്നും എടുത്തില്ല. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആദ്യം എടുക്കുന്നത് തന്റെ മകളുടെ ചിത്രമായിരിക്കണമെന്ന് ഫിലിപ്പിന് നിർബന്ധമായിരുന്നു. അദ്ദേഹം കാത്തിരുന്നു. അങ്ങനെ 1997 ജൂൺ 11 ഉച്ചകഴിഞ്ഞ സമയം കാലിഫോർണിയയിൽ സാന്റാക്രൂസിലെ സട്ടർ മെറ്റേണിറ്റി സെന്ററിലെ വാർഡിൽ ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ക്യാമറ ചിത്രം പതിഞ്ഞു. പരീക്ഷണം സമ്പൂർണ്ണ വിജയം. ഫോട്ടോ എടുത്ത് മിനിറ്റുകൾക്കകം ബന്ധുക്കളുടെ എല്ലാം മെയിലിലെത്തി. ഫിലിപ്പിന്റെ മകൾ സോഫിയ എന്ന ആ ചിത്രത്തിലെ ഭാഗ്യവതിയായ കുട്ടിക്ക് ഇപ്പോൾ 27 വയസ്സ്. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് ആൻസ് കോൺവെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്നു. ലോകത്തിലെ ചില സാങ്കേതിക വിദ്യാ വിദഗ്ധരെങ്കിലും ഈ ചിത്രം അംഗീകരിക്കുന്നില്ല. ക്യാമറ മൊബൈൽ ഫോണിൽ ഇൻബിൽറ്റ് ആയിരുന്നില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് മ്യൂസിയം അടക്കം ഇത് തള്ളിക്കളയുന്നു. ലോകഗതിയെ മാറ്റിമറിച്ച 100 ചിത്രങ്ങളിൽ ടൈം മാഗസിൻ 33ാം നമ്പറായി കൊടുത്തിരുന്നത് ഈ ചിത്രമായിരുന്നു. എന്തായാലും ആ ഫോട്ടോ ഫിലിപ്പിന്റെ ജീവിതം മാറ്റിമറിച്ചു. പുതിയ മൊബൈൽ ക്യാമറ സാങ്കേതിക വിദ്യയും ചേർത്ത് ഫിലിപ്പിന്റെ കുഞ്ഞു കമ്പനിയെ തൊട്ടടുത്ത വർഷം മോട്ടറോള വാങ്ങിയത് $325 മില്യൺ. ഫിലിപ്പ് തന്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും അത്ര വലിയൊരു തുക കണ്ടിട്ടില്ല. ഒരു പഠനം പറയുന്നത് പ്രതിദിനം 500 കോടി ചിത്രങ്ങൾ മൊബൈൽ ഫോണുകൾ വഴി ഇപ്പോൾ പകർത്തപ്പെടുന്നുവെന്നാണ്. എല്ലാം തുടങ്ങിയത് ഈ ചിത്രത്തിൽ നിന്നാണ്. എല്ലാത്തിനും കാരണക്കാരനായ ഫിലിപ്പ് കാൻ തന്റെ മക്കളോടൊപ്പം ബിസിനസ്സും സർഫിങ്ങും എല്ലാമായി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു. നന്ദി.